ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കണതേ വാടാനപ്പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് കള്ളക്കടൽ പ്രതിഭാസം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തീരദേശങ്ങളിൽ റെഡ് അലേർട്ടുമാണ്, ജാഗ്രതയുമാണ്. അപ്പോൾ വാടാനപ്പള്ളി പഞ്ചായത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗണേശമംഗലം ബീച്ച് ആ ഭാഗത്താണ്. ഇവിടെയൊക്കെ അതിഭയങ്കരമായിട്ട് തന്നെ ഇവിടെ കുറച്ച് നാളായിട്ട് കടലാക്രമണം തുടർക്കഥയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ കള്ളക്കടലിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയൊക്കെ അതിഭയങ്കരമായിട്ട് കടൽ കയറിയിട്ടുണ്ട്, നല്ല രീതിയിൽ കടൽ കയറിയിട്ടുണ്ട്. മുമ്പ് നമ്മൾ വന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പലവട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ റോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ തകർന്ന റോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ റോഡ് മണ്ണിട്ട് മൂടിപ്പോയി, അതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ആ മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നോക്കിയേ, ഈ മതിലും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് വന്നപ്പോൾ നിലനിന്നിരുന്നതാണ്. ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു, ഈ മതിൽ ഗേറ്റ് ഉണ്ടായിരുന്നു, ഈ വീടിനൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തകർത്തിട്ടിരിക്കുക, ആ മതിലടക്കം തകർത്തിട്ടിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി തകർന്നു പോയിരിക്കുന്നത്. ആ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടോ? ഇത് മഴ പെയ്ത് നിൽക്കുന്ന വെള്ളമല്ല, കടൽ വെള്ളമാണ് ഈ നിൽക്കുന്നത്. ഇവിടെയൊക്കെ തകർന്നു, ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. റോഡ് ഫുള്ളായിട്ട് തകർന്ന് നിൽക്കുകയാണ്. ഇവിടെ അന്നിട്ടിരുന്ന താൽക്കാലിക കടൽ ഭിത്തിയാണ് കാണുന്നത്. താൽക്കാലികമായിട്ട് അന്ന് 4 ലക്ഷം രൂപയോ മറ്റോ മുടക്കിയിട്ടുണ്ടാക്കിയ താൽക്കാലിക കടൽ ഭിത്തി ആണ് കാണുന്നത്. അതൊക്കെ തകർന്നു, എല്ലാം തകർന്നതാണ്. അവിടെ നിന്നിരുന്ന ആ ഒരു കെട്ടിടത്തിൻ്റെ ആ ഒരു സ്കെലിട്ടൺ പോലുള്ളൊരു സംഭവം നമ്മൾ പലവട്ടം അത് കാണിച്ചിട്ടുള്ളതാണ്. അതൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയാൽ ആ ഗേറ്റെല്ലാം തകർന്നു പോയിട്ടുള്ളതാണ് കേട്ടോ. കടലിൻ്റെ ശക്തി കൊണ്ട് തകരണതാണ് ഈ കല്ല്, അതായത് കല്ലൊക്കെ അടിച്ച് തെറിപ്പിച്ച് വരികയാണ് തിരയിൽ. അപ്പോൾ അതിൻ്റെ ശക്തിയിലും അതിലെല്ലാം തകർന്നു പോവും, വീടുകൾ തകർന്നു പോവും, ഒക്കെ തകർന്നു പോകുന്നൊരവസ്ഥയാണ്. നോക്കിയേ ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടോ? വലിയ കുഴി വന്നിരിക്കുക കേട്ടോ, വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുക അവിടെ. നോക്കിയേ, ഇതിൽ നടക്കാമെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം എപ്പോഴാണ് ഇനി തിര ഇതുപോലെ വരികയെന്ന് അറിയില്ല. അത്രയും ഭയങ്കരമായിട്ടാണ് ഇന്നലെയും ഇന്നും ഇപ്പോൾ ഈ കള്ളക്കടലിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുന്നു. അല്ലാതെ തന്നെ ഇവിടെ കടലാക്രമണം രൂക്ഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിഭയങ്കരമായിട്ടാണ് കടൽ കയറിയിരിക്കുന്നത്. നോക്കിയേ, വീടുകളിലൊക്കെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. കണ്ടോ? കല്ലുകളൊക്കെ അടിച്ചു തകർന്നു പോയ റോഡുകളുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മതിലും റോഡും വഴികളും ഒക്കെ പോയി. കണ്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കിയേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്ന് ചെയ്ത വീഡിയോ, കുറച്ച് നാൾ മുന്നേ ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ടാവും. താല്പര്യമുള്ളവർ അതൊന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. കുറച്ച് നാൾ മുന്നേ നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തു, അതും ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇത് കണ്ടോ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോകുന്നു. അതുമല്ല ആ പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് വീടുകളിലേക്ക് എടുത്തിരുന്ന ഹൗസ് കണക്ഷൻ എടുത്തിരുന്നതിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെ കാണാം. കടൽ ഭിത്തിയുടെ കല്ലുകൾ, അതായത് വലിയ കല്ലുകളായിരുന്നു കടൽ ഭിത്തിയുടെ, അതൊക്കെ തകർന്നിട്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കണത് കേട്ടോ. അവിടെ ഇതിലൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക വെള്ളം, കടൽ വെള്ളമാണ് ഈ ഒഴുകി പോണത് കേട്ടോ. അവിടെയൊക്കെ കെട്ടി നിൽക്കുന്നത് കണ്ടോ, ഇതൊക്കെ കടൽ വെള്ളമാണ്. നോക്കിയേ, ഇതിലെല്ലാം നല്ലതുപോലെ വെള്ളം ഒഴുകിയിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ പോയിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും നന്നായിട്ട് മണൽ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. മണലടിച്ച് കയറ്റാന്ന് പറഞ്ഞാൽ അത്രയും പോയി, റോഡൊക്കെ അത്രയും പോയിട്ട് ഇനി ബാക്കിയുള്ള ഏരിയ ആണ് ഈ കാണുന്നത്. അങ്ങോട്ട് നോക്കി അവിടെ കാണുന്ന വീടുകളിലേക്ക് വരെ വെള്ളം
കടൽ വെള്ളം ഒഴുകി എത്തിയിട്ടുണ്ട്. കയറണുണ്ടോ ആ റോഡും പോയിട്ട് എത്ര കയറി നോക്കിയാൽ ഞാൻ അന്ന് അതിലെ വരുമ്പോൾ ആ റോഡിൻ്റെ ആ സൈഡിൽ കൂടെ നടന്നിട്ടാണ് ഇവിടെ ഈ വീടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചത്. ഇപ്പം നോക്കിയേ ആ വീടിൻ്റെ മുന്നിലൊക്കെ നിറച്ചും വെള്ളം കെട്ടി നിൽക്കുക. നിറച്ച് വെള്ളമാണ് ആ വീടിൻ്റെ മുന്നിലൊക്കെ. അവരൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടോ അതോ മാറിപ്പോയെന്നൊന്നും അറിയില്ല കേട്ടോ. ഫുള്ള് വെള്ളമാണ് അവിടെയൊക്കെ നിൽക്കുന്നത്. ഇവിടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കുക. വീട്ടിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടാവും. അത്രയും ഭയാനകമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം കയറിയിട്ടുള്ളത്. നോക്കിയേ ഇന്നിപ്പോൾ ഏറ്റവും ശരിക്കും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇറക്കമാണ് സമയം 9:49 ഫുൾ ഇറക്കമാണ്. ഫുൾ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇന്ന് കാര്യമായിട്ടുള്ള ഇറക്കമില്ല. ഇന്ന് 0.9 മീറ്ററാണ് കേട്ടോ ഇറക്കം. അത്രയേ വരുന്നുള്ളൂ. ഫുൾ ഏറ്റം എന്ന് പറയുന്നത് 3.5 ആവും. 1.6 മീറ്റർ 3.5 സമയത്ത്. അപ്പോൾ ആ ഏറ്റം വരുന്ന സമയത്ത് ശരിക്കും ഇതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇറക്കമായിട്ട് പോലും ഇപ്പോൾ നല്ല കടലാണ്. എന്താ അവസ്ഥ നോക്കി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് പോയിട്ടില്ല എന്ന് പറയാം, പക്ഷേ ഏത് നിമിഷവും പോവാം, നഷ്ടപ്പെടാം. ഇത് ഇവിടെ വരെ മണലൊക്കെ കയറിയിട്ടുണ്ട്. റോഡിൽ ഫുള്ള് മണൽ കയറിയിട്ടുണ്ട്.
അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് ആ ബദർ പള്ളിയുടെ അവിടേക്കുള്ള റോഡാണ്. ആ റോഡ് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ മണലൊക്കെ കയറി ആകെ ഇതായിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ ആകെ നാശമായിട്ടുണ്ട്.